ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമുക്ക് നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. ഇന്നലെ 24,672 നിഫ്റ്റി ക്ലോസ് ആയതായി ചാർട്ടിൽ കാണുക. എന്നാലും ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ ഇത് അവസാനം ചെറിയ പോയിന്റ് വ്യത്യാസത്തിലായിരിക്കും നിൽക്കുക. അപ്പോൾ ഇന്ന് ഓപ്പണിംഗ് ഒരു -19 പോയിന്റ് എന്നാണ് ആക്ച്വലി നമുക്ക് രാവിലെ കാണിക്കുക. എങ്കിലും നമ്മളെ സംബന്ധിച്ച ചാർട്ട് പ്രകാരം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചു എന്ന് വേണം പറയാൻ. ഓപ്പൺ ആയത് 24,680 ഇന്ന് തന്ന ടോട്ടൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആകെ 134 പോയിന്റിന്റെ മൂവ്മെന്റേ തന്നിട്ടുള്ളൂ. ഒരുപാട് നേരം കൺസോളിഡേറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ പ്രൈസ് അത്ര മൂവിങ് ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ 5 മിനിറ്റ് തന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ലോവർ സൈഡ് ഷാഡോ ആണ്, അപ്പർ സൈഡിൽ ക്ലോസ് ആണ്. കാര്യം ചെറിയ സെല്ലിംഗ് അത് അപ്പർ സൈഡിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന റെസിസ്റ്റൻസ്, മൈനർ റെസിസ്റ്റൻസ് ലെവൽ, അതിന് ചെറിയ മൈൻഡ് ചെയ്തുകൊണ്ട് പ്രൈസ് ഡൗൺ വരികയാണ് ചെയ്തത്. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ആദ്യമേ തന്നെ ഒരു അപ്പ് മൂവ് തന്നു. അതിനുശേഷം വീണ്ടും കിട്ടിയ ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തു. ആദ്യമേ അങ്ങനെ പോയി. അതിനുശേഷം ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാം എന്ന് കരുതി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തവർക്ക് തീർച്ചയായും നല്ല ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. ഡേയ്സ് ഹൈ ടാർഗറ്റ് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന കഴിഞ്ഞ ദിവസത്തെ ഉയരം അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ടാർഗറ്റ് എടുക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ വെയിറ്റ് ചെയ്ത ഒരാൾക്ക് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അതുവരെ രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അയാൾക്ക് വീണ്ടും ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഈ ഏരിയയിൽ നിന്നും കൃത്യമായും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഇവിടെ നിന്നും ഈ ലെവലിലേക്ക് തന്നെ കൃത്യമായും ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ഒരു അപ്പ് മൂവ് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് വീണ്ടും കിട്ടിയ ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ ഏത് ലെവൽ വേണമെങ്കിലും, രണ്ടാമത് വന്ന് ലോ എടുത്ത് പോയ ലെവൽ വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതായിരുന്നു. പക്ഷേ ആ പ്രാവശ്യം പുതിയ ഉയരം തന്നിരുന്നില്ല. എന്നാൽ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു. ഹോൾഡ് ചെയ്തു നിന്നവർക്ക് ഇന്ന് വീണ്ടും പുതിയ ഉയരം തന്നുകൊണ്ട് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,789 എന്ന മൈനർ റെസിസ്റ്റൻസ് ജസ്റ്റ് ടച്ച് ചെയ്തു എന്ന രീതിയിൽ ടാർഗറ്റ് എത്തിയിരുന്നു. എങ്കിലും ഇന്ന് കൃത്യമായി ട്രേഡ് ചെയ്യാൻ കരുതിയവർക്ക്, അത്തരത്തിൽ അറിയുന്നവർക്ക് എല്ലാവർക്കും തന്നെ നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. മാർക്കറ്റ് എല്ലാവർക്കും മാന്യമായി ട്രേഡ് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ 134 പോയിന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അത് എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്തത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 24,736 എന്ന ലെവലാണ് ഞാൻ പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 24,961 എന്ന ലെവലാണ് പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിനിടയിൽ ചെറിയ മൈനർ റെസിസ്റ്റൻസുകളായി 24,809, 855, 918 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പിന്നെയും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 24,855 എന്ന ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യുകയോ മുകളിൽ ക്ലോസ് ആവുകയോ ചെയ്താൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും ഫർദർ ഡൗൺ കിട്ടുമ്പോഴൊക്കെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളിൽ നിന്നുകൊണ്ട് നമുക്ക് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഈ ലെവലുകൾ കാണാമെന്ന് കരുതുന്നു.
24,961, അതിന് മുകളിൽ 24,999 എന്ന് പറഞ്ഞാൽ 25,000, 25,034 എന്നിങ്ങനെയാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ. ഓക്കെ, അതിന് മുകളിലുള്ളതെല്ലാം അതിനു മുമ്പേ രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ്. എന്നാൽ പുതിയ ഹിസ്റ്റോറിക്കലായി തന്നാൽ മാത്രമാണ് അതിനൊക്കെ ഒരു സാധ്യത ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ ഈ ലെവൽ ഭേദിക്കാതെയാണ് നിൽക്കുന്നതെങ്കിൽ അത് ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. അതല്ല, ഓൾമോസ്റ്റ് ഈ വരേക്ക് അടുക്ക് ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം ആണ് അങ്ങനെ ഒരു ഡയറക്ഷൻ ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ ഈ ലെവൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ, പ്രധാന സപ്പോർട്ടിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ 24,696 എന്ന ലെവലിനൊക്കെ താഴോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് കുറച്ചും കൂടി പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. 24,672, 635, 606, 543, 521, 473, 444, 24,404 ലെവലുകളാണ് ഞാൻ തുടർന്ന് താഴോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ. നിങ്ങൾക്ക് ലെവലുകൾ കാണാമെന്നാണ് കരുതുന്നത്. താല്പര്യമുള്ള വീഡിയോ പോസ്റ്റ് ചെയ്ത് ലെവലുകൾ രേഖപ്പെടുത്തുക. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 50,496 എന്ന ലെവലാണ് പ്രധാന സപ്പോർട്ടായി ആദ്യം ലഭിക്കാവുന്ന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ ഞാൻ 50,922 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് തീർച്ചയായും ഈ ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് ആണ്. 50,922 എന്ന ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് വീണ്ടും ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ, അതായത് 51,026 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ പ്രൈസ് വീണ്ടും അല്പം കൂടി അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. 51,185, 51,308, 456, 611 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഒരു ഓപ്പണിംഗ് തന്നതിന് ശേഷം ഒരുപക്ഷെ ഈ ലെവലിൽ ഓപ്പൺ ചെയ്തേക്കാം ചെറിയ ഗ്യാപ്പ് അപ്പിലൊക്കെ. അങ്ങനെയെങ്കിൽ ഗ്യാപ്പ് അപ്പിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തേക്കാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 372 എന്ന ലെവലിനൊക്കെ താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ്, തുടർന്ന് കിട്ടാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. 50,281, 129, 49,963, 817, 750 എന്നിങ്ങനെയുള്ള ലെവലുകൾ കാണാമെന്ന് കരുതുന്നു. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 80,794 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവൽ ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 81,137 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ ഈ ലെവൽ, അതായത് ഇന്നത്തെ
ഉയരം അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 81,056, 137, 247, 350, 555 എന്നിങ്ങനെയുള്ള ലെവലുകളാണത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ, അതായത് പ്രധാന സപ്പോർട്ടിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് കൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് കൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡക്ലൈൻ, അതായത് ഈ ലെവലിന് താഴോട്ടൊക്കെ ക്ലോസ് ആയാൽ വീണ്ടും ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. താല്പര്യമുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ലെവലുകൾ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളുടെ ചാനലിന്റെ ലിങ്ക് കൃത്യമായും നമ്മുടെ വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിലൂടെ ജോയിൻ ചെയ്യുക. നാളെയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് നമ്മുടെ എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങളും ലാഭങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.